എനിക്ക് സോളമനോടുള്ള കടപ്പാട് പറഞ്ഞാൽ തീരില്ല. മേമൻ മത്തായിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് മുതൽ അഡ്വക്കേറ്റ് രവി മേനോനെ കോടികൾ മോഹിപ്പിച്ച് കൂടെ നിർത്തിയത് വരെയുള്ള കാര്യങ്ങളിൽ സോളമൻ എന്നോട് കാണിച്ച ആത്മാർത്ഥത ഒരു നന്ദി വാക്ക് പറഞ്ഞാൽ തീരുന്നതല്ല. എന്നോട് ഇതുവരെ പണമൊന്നും സോളമൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എനിക്ക് ഒരുപാട് ഓഫറുകൾ വെച്ചിരുന്നല്ലോ കവിത. പ്രോപ്പർട്ടി, പണം, വീട്, കാറ്, അങ്ങനെ അങ്ങനെ. യെസ്, ഞാനത് വെറുതെ പറഞ്ഞതല്ല. തരും. അതിന് കണക്കൊന്നും നോക്കില്ല ഞാൻ. എനിക്ക് കോടികളുടെ കണക്കാ ഇഷ്ടം. എല്ലാം എൻ്റെ കൈവെള്ളയിലായി കഴിയുമ്പോൾ കൂടെ നിന്ന് ഒരാളെ മറക്കില്ല ഞാൻ, പ്രത്യേകിച്ച് സോളമനെ. പറ, എന്താണ് മനസ്സിലുള്ളതെന്ന് വെച്ചാ പറ. എത്ര കോടിയാണ് മനസ്സിലുള്ളതെന്നെങ്കിലും പറ. ഞാൻ പറയാം. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഈ ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ. നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖരൻ. നീ എടുത്ത് കഴിക്കോളമേത് ഞാൻ വഴങ്ങിയിട്ടുണ്ട് ചേടാ. നീലകണ്ഠന്റെ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്? IC യൂണിറ്റിൽ ഏതോ ഒരു അക്രമി കയറി ഒരു പേഷ്യന്റിനെ കൊല്ലാൻ ശ്രമിച്ചു. ആരാ പേഷ്യന്റ്? ഒരു പെൺകുട്ടിയാ, 15 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് റെക്കോർഡ്സിലുണ്ട്. ആരാ വന്ന അക്രമിയെന്ന് കണ്ടാൽ തിരിച്ചറിയോ? ഞാൻ അകലെ വെച്ച് കണ്ടതാ സാറേ. പക്ഷേ വേഷം മാറി ഡോക്ടറായിട്ടാണ് വന്നത്. അതുകൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും. അവർ വന്ന വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിരുന്നു സാർ. അത് അപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. KL1X 5252 അല്ലേ? അതെ സാർ. അങ്ങനെ ഒരു നമ്പറിൽ ഒരു കാറില്ല. അതൊരു പ്രൈവറ്റ് ബസ്സിന്റെ നമ്പറാ. നമ്പർ ചിലപ്പോൾ വ്യാജമായിരിക്കും സാർ. ഈ കുട്ടിയെ അക്രമിയിൽ നിന്ന് രക്ഷിച്ചൊരു കസിൻ സിസ്റ്റർ ഉണ്ട്. അവർ ചിലപ്പോൾ ആളെ തിരിച്ചറിഞ്ഞേക്കും. അവരെവിടെയാ? പിടിവലിക്കിടയിൽ അവർ തളർന്നു വീണിരുന്നു. ഇപ്പോൾ കാഷ്വാലിറ്റിയിലുണ്ട് സാർ. വരൂ സാർ. എന്താ പോയിട്ട് ആലോചിക്കുന്നത്? കുഴപ്പമാവൂ? കുഴപ്പമാവും. ആ പെണ്ണില്ലേ ബാലാമണി, അവളെന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് ഒന്ന് അവൾ പറയുമല്ലേ? പോലീസ് വന്നാലെന്നല്ല, വരും. ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടാവും. പോലീസിനോട് പറയുന്നത് മാത്രമല്ല എൻ്റെ പേടി, രാഘവനോട് പറയില്ലേ? രാഘവന്റെ സ്വഭാവം അറിയാമല്ലോ. 100 ആള് വന്നു നിന്നാലും ഒരുത്തനെ ലക്ഷ്യം വച്ചാ അവനെയും കൊണ്ട് രാഘവൻ പോവും. അവന്റെ ലക്ഷ്യം ഇപ്പോ ഞാനായിരിക്കും. ഇങ്ങോട്ട് ആക്രമിക്കും മുമ്പേ രാഘവനെ ഇല്ലാതാക്കിയാലോ? നടക്കില്ല. അങ്ങനെ പെട്ടെന്ന് വെട്ടിയൊതുക്കാൻ പറ്റുന്ന ആളല്ല രാഘവൻ. നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താ പോയിട്ടാ? എന്തായാലും പറ. രാഘവനോ പോലീസോ അറിയും മുമ്പ് ആ പെണ്ണിന്റെ വാ മൂടിക്കെട്ടണം. ബാലാമണിയുടെ. കൊല്ലണോന്നാണോ പോയിട്ടൻ പറയുന്നത്? രക്ഷയില്ലാതെ വന്നാൽ അതല്ലേ നിവൃത്തിയുള്ളൂ. പോലീസിനോട് മൊഴി കൊടുത്താൽ പോലും കോടതിയിൽ പറയാൻ അവൾ ഉണ്ടാവരുത്. പക്ഷെ അതിനു മുമ്പേ രാഘവനോട് പറഞ്ഞാൽ അതും പ്രശ്നമാവും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ പോയിട്ടാ? എന്തിനും ഞങ്ങൾ തയ്യാറാ. ഒരു കാര്യം ചെയ്യാം. അനേ, നിന്നെ രാഘവൻ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. നീ ഹോസ്പിറ്റലിൽ ചെല്ലണം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കണം. പോലീസ് വന്നാലും രാഘവൻ വന്നാലും അവിടുത്തെ നീക്കങ്ങൾ എന്താണെന്ന് നോക്കണം. നിവർത്തിയില്ലെങ്കിൽ ബാലാമണിയെ നമുക്ക് തീർത്ത് കളയാം. ആരാടാ എന്റെ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചത്? പറ, ആരാണെന്ന്. അറിയില്ല, എനിക്കറിയില്ലമ്മേ.
അത് പോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. നീ ചെയ്ത പാപങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെയൊക്കെ മറുപടി തരണ്ടേ? എനിക്കതല്ല അറിയേണ്ടത്. എന്റെ കൊച്ചിപ്പോ ജീവനോടുണ്ടോടാ? ഉണ്ട്. കൊച്ചിനൊന്നും പറ്റില്ല. പറ്റിയോ? ഉപേക്ഷിച്ച വടിവാള് വള്ളപ്പുരയ്ക്കകത്തുണ്ട്. അത് വീണ്ടും എടുക്കും ഞാൻ. കൊല്ലും ഞാൻ സകല പട്ടികളെയും. വേണ്ട, ഒരിക്കൽ ചെയ്ത പാവങ്ങള് പിന്നെ ആവർത്തിക്കരുത്. ഒരു കാര്യം ചെയ്താ മതി നീ. എന്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ച ഒന്നല്ല 2 ചതയ്ക്ക് കൊള്ളി വെക്കണം നീ. ഒന്നെന്റെയും പിന്നൊന്നെന്റെ കൊച്ചിന്റെയും. അമ്മേ, ഒന്നും സംഭവിക്കില്ല അമ്മേ. രക്ഷപ്പെടും. നമ്മുടെ കൊച്ചു രക്ഷപ്പെടും അമ്മേ. ബാലാമണി എന്തിയെ? എന്റെ മോക്ക് എന്താ പറ്റിയേ? വാ, കാഷ്വാലിറ്റിയിലുണ്ട്. വാ അമ്മേ, വാ. രാഘവൻ ജീപ്പിന്റെ ചാവി എടുക്കാൻ മറന്നിരുന്നു. അത് കൊടുക്കാനായിട്ട് വരാന്തയിലേക്ക് ഇറങ്ങിയതാ ഞാൻ. കൊടുത്തു കഴിഞ്ഞ് മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എന്തോ എനിക്കൊരു ഉൾവിളി പോലെ ICUലേക്കൊന്ന് പോകാൻ തോന്നി. അവിടെ ICUവിന് പുറത്ത് ഒരാൾ പതുങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചെന്നപ്പോൾ അയാളെന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. അപ്പം എനിക്ക് സംശയമായി. ബെല്ലമായിട്ട് ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോ രച്ചുനെ മറ്റൊരാൾ ശ്വാസം മുട്ടിക്കുക, കൊല്ലാൻ ശ്രമിക്കുക. രാഘവ, കൊച്ചിനെങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞില്ല ഡോക്ടർ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നിന്നെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സാറേ, ഇതവനാ, അള്ളി രാഘവൻ. ഓ, രാഘവൻ. ഇപ്പൊ ഏത് കൊട്ടേഷനാടാ? ഇല്ല, അങ്ങനൊരു രാഘവൻ ഇല്ല സാറേ. ഇപ്പോ എല്ലാം നിർത്തി. നിന്റെ ആരാടാ ഇത്? എൻ്റെ അനിയത്തിയാ സാറേ. കൊല്ലാൻ ശ്രമിച്ചതും എൻ്റെ അനിയത്തിയാ. ആരാ കൊല്ലാൻ ശ്രമിച്ചത്? ആരാ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചത്? നീ കണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ഒന്ന് ഓർത്തു നോക്ക്. മുമ്പ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ അയാളെ? സർ, ഞാൻ കണ്ടിട്ടില്ല. ഇനി കണ്ടാ തിരിച്ചറിയാൻ പറ്റും? അത്രയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. താടി മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളാ. തനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. അവരിൽ ആരെങ്കിലും ആയിരിക്കോ?
ആയിരിക്കാം സർ. അങ്ങനെ സംശയമുള്ള ആരെങ്കിലും? ഒരുപാട് പേരുണ്ട് സർ. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ആണെങ്കിലോ? എന്തായാലും താ സ്റ്റേഷനിലേക്കൊന്ന് വരണം. പ്രതീക്ഷിക്കുന്നവരുടെ എല്ലാ ലിസ്റ്റ് എനിക്ക് വേണം. തരാം സർ. കമൺ. എന്താ നിങ്ങളുടെ പേര്? ബാലഗോപാൽ. ഡോക്ടർ ബാലഗോപാൽ. ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ. അങ്ങനെ പുറമേ നിന്ന് ആർക്ക് വേണമെങ്കിലും ഓടി ഒന്ന് കയറാൻ പറ്റുമോ? നിങ്ങളുടെ ICUവിലും തിയേറ്ററിലും ഒക്കെ? ഇല്ല സർ. ബട്ട് വിസിറ്റിംഗ് ടൈം ആയിരുന്നു. സന്ദർശകർക്ക് അനുവദിച്ചിരിക്കുന്ന 1 മണിക്കൂറിൽ സാധാരണ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാകാറില്ല. ആ സമയത്താ. എനിവേ, ഇതൊരു ഗുരുതരമായ വീഴ്ചയാണ്. അവർക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ യു വിൽ സഫർ. വാടാ. സർ. ബാലാമണി പറഞ്ഞത് നേരാണോ? ആരാണെന്നറിയില്ല നിനക്ക്? ഒന്ന് ഓർത്തു നോക്ക് ബാലാമണി. അപ്പുവാണോ? അവസാനം വഴക്കുണ്ടായത് അവനുമായിട്ടാ. അവനല്ലേ അന്ന് നിന്നെ കൊണ്ടുപോകാൻ വന്ന ആ തല മുട്ടയടിച്ച നല്ല തടിച്ച പൊക്കമുള്ള അപ്പു? പറ ബാലാമണി. അല്ല, ഇത് മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളായിരുന്നു. അതാരെങ്കിലും ആയിക്കോട്ടെ രാഘവ, രക്ഷപ്പെടുവോന്ന് പറ. അറിയില്ല. ഡോക്ടർ പുറത്തേക്ക് ഇതുവരെ വന്നില്ല. ഡോക്ടറെ, എന്റെ കൊച്ചിനെന്താ പറ്റിയ? ഒന്നും പറയാറായിട്ടില്ല. ബ്ലീഡിംഗ് ഉണ്ട്. 48 മണിക്കൂറെങ്കിലും കഴിയണം. എന്റെ കൊച്ചിനെ രക്ഷിക്കണം ഡോക്ടറെ. രക്ഷിച്ചതല്ലേ ഞാൻ? ഒരു കുഴപ്പമില്ലാതെ രക്ഷിച്ചെടുത്തതല്ലേ ഞാൻ? എന്നിട്ടും ഇതാരാ രാഘവ നിങ്ങളോട് ഇത്രയ്ക്ക് മനസാക്ഷിയില്ലാതെ പെരുമാറാൻ? അറിയില്ല ഡോക്ടറെ. ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ആരായാലും ഇറ്റ്സ് സോ ക്രൂവൽ. ഹൃദയമുള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല ഇത്. ആരായാലും ഇഴുത്തി വീഴും അവന്റെ തലയില്. നശിച്ചു പോവും അവന്റെ കുടുംബം. ഇങ്ങനെ ഒരുപാട് പേര് നിന്നെയും പ്രാഗിയിട്ടുണ്ടാവും അല്ലേ മോനെ? എല്ലാ പാപങ്ങളും എന്റെ തലയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്റെ കൊച്ചിന്റെ ജീവൻ തിരിച്ചു കൊടുത്തിട്ട് പകരം എന്റെ ജീവൻ അങ്ങ് എടുത്തിരുന്നെങ്കിൽ. എന്റെ ഈശ്വര, അനന്തു ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കമ്പനിയുമായിട്ടുള്ള ഡീല് നഷ്ടപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. സാരമില്ല അനന്തു. വെറുതെ ഒരു നഷ്ടപ്പെടലല്ല കവിത ഇത്. വർഷങ്ങളായിട്ട്
മേൽത്തരം പട്ടിൻ്റെ ഓർഡറുകൾ നമുക്ക് മാത്രം തന്നുകൊണ്ടിരുന്ന കമ്പനിയത്. ഒരിക്കൽ പോലും നമ്മളുമായിട്ടുള്ള ബന്ധം അവർ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇതിപ്പോൾ മനഃപൂർവ്വം ആരോ ഇടയ്ക്ക് നിന്ന് കളിച്ച പോലെ. എന്താ വക്കീലെ? നമ്മളുമായിട്ടുള്ള എല്ലാ കരാറുകളും അവർ ക്യാൻസൽ ചെയ്തു. അവരുടെ ട്രേഡ് സീക്രട്ടുകൾ നമ്മൾ ചോർത്തി കൊടുത്തുന്ന. നമ്മളോ? ഏയ്, അതൊരിക്കലും സംഭവിക്കില്ല. അവരുടെ MD യോട് ഞാൻ സംസാരിക്കാം. വേണ്ട സർ, സംഗതി സത്യമാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഫയൽ ചോർന്നിരിക്കുന്നത്. എനിക്കത് ബോധ്യമായി. നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു രഹസ്യം ചോരണമെങ്കിൽ അത് ഗിരീഷ് മേനോൻ വഴി തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പാ. ഫയൽ നഷ്ടപ്പെടുന്നെങ്കിൽ അത് ഗിരീഷ് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അയാൾ നമ്മളെ ചതിക്കോ? എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനന്തോ അന്തമായിട്ട് എല്ലാരെയും അങ്ങ് വിശ്വസിക്കും. ഓഫീസിൽ ഗിരീഷ് മേനോൻ മാത്രമല്ല, വേറെ ഉണ്ട് കള്ളന്മാര്. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം. വക്കീലെ, ഗിരീഷ് മേനോന് ഒരു മെമ്മോ തയ്യാറാക്കുക. സത്യം എന്താണെന്ന് അറിയുന്നവരെ അയാൾ ഓഫീസിൽ വേണ്ട. ഉണ്ണിയമ്മ എന്തൊന്നും മിണ്ടാത്തേ? ഇന്നലെ കയറി വന്നൊരു പെണ്ണാ കവിത. അവക്ക് ഉണ്ണിയമ്മയുടെ ധിക്കാരം പറയേണ്ട കാര്യം എന്താ? പോട്ടെ മോനെ, എനിക്കൊന്നിലും പരാതിയില്ല. എനിക്ക് പരാതിയുണ്ട്. അമ്മയും ഉണ്ണിയമ്മയൊന്നും ഭരിക്കാനുള്ള അവകാശം ഇവിടെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. എന്താടാ, എന്താ പ്രശ്നം? വല്യേട്ടാ, ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കവിത. എനിക്കറിയില്ല അത് എന്തിനാന്ന്. മനസ്സിൽ അടക്കി പിടിച്ച് ഞാൻ മടുത്തു. ഈ കുടുംബത്തിരുത്താൻ കൊള്ളാവുന്ന ഒരു പെണ്ണല്ല അവള്. നീ എന്താ ഉണ്ടായെന്ന് പറ. കുറ്റം കാണിച്ച ശിക്ഷിക്കാൻ അമ്മയ്ക്ക് അധികാരമുണ്ട്. അതാരെയായാലും. അമ്മയുടെ കൈക്ക് കയറി പിടിക്കാൻ അവനാരാ? അത് ചോദ്യം ചെയ്തതിന് ഉണ്ണിയമ്മയെ തല്ലൂന്ന് പറഞ്ഞു അവള്. ഉണ്ണിയമ്മേ, നേരാണോ? എന്താ ഇവിടെ സംഭവിച്ചത്? അതിപ്പോ തല്ലുവെന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ തല്ലിയൊന്നുമില്ല. പ്രായമായി വരികയല്ലേ അരവിന്ദ, ഞാനപ്പോ സൂക്ഷിക്കണം. അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിച്ചില്ലെങ്കിൽ ചിലപ്പോ തല്ലും കിട്ടും. കേട്ടില്ല വലിയേട്ടാ, മനസ്സ് നൊന്ത് പറഞ്ഞിട്ട് പോയതാ അത്. നമ്മളായിട്ട് ഉണ്ണിയമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച ഈശ്വരൻ പൊറുക്കില്ലേ നമ്മളോട്? സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അച്ഛനില്ലാത്ത സങ്കടം അറിയിക്കാണ്ട് നമ്മളെ വളർത്തിയിട്ടേ ഉള്ളൂ ആ പാവം. വല്യേട്ടാ, ഇത്തരം അഹങ്കാരങ്ങൾ അവസാനിപ്പിക്കേണ്ടത് വല്യേട്ടനാ. വല്യേട്ടൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഏറ്റെടുക്കും. എടുത്ത ആ പൊട്ടിത്തെറി ഫേസ് ചെയ്യാൻ പറ്റില്ല ആർക്കും. മൈഥിലി, എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല. സത്യം പറ, നിനക്കറിയില്ല എന്താന്ന്? സത്യം പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയും. വെറുതെ എന്തിനാ ഞാൻ ചീത്ത കേൾക്കുന്നേ? നിന്നെ ആരും ഒന്നും പറയില്ല. നടന്ന എന്താണെന്ന് വെച്ചാ പറ. അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തല്ലേ പറയില്ല. ആ വാക്ക് മാറ്റിയേ പറ്റൂ. ഞാൻ അറിയണ്ട ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. എന്നോട് നീ മറച്ചു വയ്ക്കുന്നത് ശരിയാണോ? പറ. ഞാൻ പറയില്ല. തർക്കുത്തരം പറഞ്ഞപ്പോ അമ്മ കവിതയെ തല്ലാനാഞ്ഞതും അനന്തു അമ്മയുടെ കൈക്ക് പിടിച്ചതും രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നും അല്ല. എന്നാലും ഞാൻ പറയത്തില്ല. അല്ലെങ്കിലും അമ്മയ്ക്ക് കവിതയോട് എന്തോ ദേഷ്യമുണ്ട്. പാവം കവിത. പാവോ? ഭയങ്കര അവള്. ഓഫീസിലേക്ക് പോണ്ടെന്ന് അമ്മ പറഞ്ഞിട്ട് പുല്ല് വില കൽപ്പിച്ചില്ല. അഹങ്കാരി.
ആരെങ്കിലും ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, ഉണ്ണിയമ്മയെ തല്ലൂന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഏയ് അങ്ങനൊന്നും പറഞ്ഞു കാണത്തില്ല. ആ ഇതാ അരവിന്ദേട്ടന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞ ഒന്നും വിശ്വസിക്കത്തില്ല. എന്റെ ഭാര്യയെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് അനന്തു അമ്മയുടെ കൈക്ക് പിടിച്ചു. അപ്പോ അമ്മയോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തല്ലുകൊള്ളൂന്ന് ഉണ്ണിയമ്മ പറഞ്ഞു. ഉടനെ കവിത പറയാ, എന്റെ ഭർത്താവിനെ തല്ലിയ ഞാൻ നിങ്ങളെ തല്ലൂന്ന്. ഞാൻ പറയുന്നത് കള്ളാണോ എന്ന് നേരിട്ട് ചെന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കോടി, നേരിട്ട് തന്നെ ചോദിക്കും. നീ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു നന്നായി. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അരവിന്ദേട്ടാ, അമ്മയോട് പറഞ്ഞ് എന്നെ കൊലക്ക് കൊടുക്കല്ലേ പ്ലീസ്. ദൈവമേ, ഇനി അമ്മയുടെ തല്ലൂടി കൊള്ളണം. രാവിലെ ഉണ്ടായ വഴക്കിന്റെ റിയാക്ഷൻ ഉണ്ടാവും. എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം. ചോദിക്കാൻ വരുന്നത് ആരായാലും മിണ്ടാതെ നിന്ന് കൊടുക്കരുത്, പ്രതികരിക്കണം. അമ്മ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷെ അമ്മേനെ നേരിട്ട് പറയില്ല. മിക്കവാറും വല്യേട്ടനായിരിക്കും ചോദിക്കാൻ വരിക. വല്യേട്ടൻ ആരാനന്ദു? ദൈവോ? പോവാൻ പറ അനന്തു. ഇങ്ങോട്ട് പറയുന്നതിന് ചുട്ട മറുപടി അങ്ങോട്ടും കൊടുക്കണം. തല്ലിയ തിരിച്ച് തല്ലണം. അനന്തു വാ. ഒന്ന് തന്നെ. ഈ വീട് ഭരിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ നിനക്ക്?